നിസ്കരിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുക, കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമേറിയ നിസ്കാരം സുബ്ഹിയും ഇശായുമാകുന്നു. ഉണ്ടോ? സഹാബികൾപ്പെട്ട ഒരാള് നിസ്കാരത്തിൽ വരാതിരുന്നപ്പോ, അപ്പൊ ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് അവരെ പരീക്ഷിച്ചത് എങ്ങനെയാ? ഒരാൾ സുബ്ഹിക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് ഒരാളുടെ ഈമാൻ പോലും അള്ളാഹുവിന്റെ റസൂല് അളന്നിരുന്നത് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അപ്പോ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും അല്ല, ഒന്നാമത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാല്, ആദ്യം ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പഠിച്ചാൽ എല്ലാ വിഷയങ്ങളും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇശായിന് മുമ്പ് ഉറങ്ങുന്നതും ഇശായിന് ശേഷം സംസാരിച്ചിരിക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. ഇശാക്ക് തൊട്ടു മുമ്പ് മഗ്‌രിബിന് ശേഷമുള്ള ഇശാ മഗ്‌രിബിനിടയ്ക്കുള്ള ഉറക്കം പ്രവാചകൻ വിരോധിച്ചതാ. അതുപോലെ ഇശാ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ വെറുതെ മതപരമായ ഏതെങ്കിലും വിഷയങ്ങളിലുള്ള ചർച്ചയും കാര്യങ്ങളും ക്ലാസ്സുകളും അല്ല, മറിച്ച് ദുനിയവിയായ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുക. അല്ലെങ്കിലോ ഇപ്പോ മൊബൈലിന്റെ കാലഘട്ടമാണല്ലോ, നമ്മളങ്ങനെ ഉറങ്ങുന്നത്. നിസ്കാരത്തിൽ പ്രാർത്ഥനകളുണ്ടോ? ദുആകളുണ്ടോ? ആ സമയത്തുള്ള അധികാറുകളുണ്ടോ? ഒന്നുമില്ല. പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകളും ദുആകളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മൊബൈലാ, നമ്മൾ കിടന്നിങ്ങനെ മൊബൈൽ തോണ്ടി തോണ്ടി അവസാനം നമ്മൾ കണ്ണടയ്ക്കും. എത്ര മണിക്ക്? നമുക്ക് തന്നെ 11-12 മണിക്കാ മൊബൈൽ നോക്കി അവസാനിക്കുക. അങ്ങനെ ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായി സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് സുബ്ഹി നമസ്കാരത്തിന് എത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള ആ ഇരുത്തം പ്രവാചകൻ വിരോധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാം. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്, ചില ആളുകൾ ഇതാ ടെലിവിഷനും മറ്റും കണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലോ മൊബൈലും മറ്റും കണ്ട് രാത്രിയിൽ ഉറക്കമൊഴിക്കുന്നു. അങ്ങനെ പ്രഭാതമായാൽ നിസ്കരിക്കാൻ എണീക്കാതെ കിടന്നുറങ്ങുകയും ചെയ്യും. ഇത് ഒരു മുസ്ലിമും ചെയ്യാൻ പാടില്ലാത്ത വലിയ തിന്മയാകുന്നു. ഇത് ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവൻ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. നിസ്കാരം അതിന്റെ സമയത്തിൽ നിന്നും മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് കുഫ്റാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകന്റെ ഹദീസ് എടുത്തു കൊടുത്തു, ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ് എന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സുബ്ഹി നമസ്കാരത്തിന് എഴുന്നേൽക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മൾ ഉറങ്ങുക. അതുപോലെ ഉറങ്ങുമ്പോൾ വുളു എടുത്ത് ദിക്റുകൾ നിർവഹിച്ച് വളരെ സുന്നത്തായ രീതിയിൽ കിടക്കുക. അതുപോലെ പണ്ഡിതന്മാർ വിശദീകരിക്കുക, രാത്രിയിൽ അമിതമായ ഭക്ഷണം ഒഴിവാക്കുക, എങ്കിൽ നിങ്ങൾക്ക് സുബ്ഹി കൃത്യമായി ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ഒരാൾക്ക്, ശ്രദ്ധിച്ചോളൂ, ഇനിയും ഒരാൾക്ക് സുബ്ഹി നമസ്കരിക്കാൻ കൃത്യസമയത്ത് അലാറം വെച്ചിട്ടും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഉറക്കത്തിൽ തന്നെ എന്ത് ചെയ്യും? അലാറം അടിക്കുന്നുണ്ടാവും, ഓർത്ത് ചെയ്യും, കിടന്നുറങ്ങും. അലാറം അടിച്ചോ ഇല്ലേ സംശയമാണ്. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത്, എങ്കിൽ അവൻ അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാത്തവനാ. എന്തുകൊണ്ട് അവന് തൗഫീക്ക് ലഭിക്കുന്നില്ല എന്നറിയുമോ? അവൻ പാപിയാണ്. അവൻ പകലുകളിൽ എന്തോ തിന്മകളിൽ ഏർപ്പെട്ടവനാണ്. പകലുകളിൽ ഹറാമുകളും തെറ്റുകളും തിന്മകളും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും സുബ്ഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ സാധ്യമാവുകയില്ല. കാരണം റബ്ബ് അവന്റെ തൗഫീക്ക് എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം ഇബ്നു ഹസൻ ബസരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ വുളൂഇനുള്ള വെള്ളവും മറ്റും ഒരുക്കാറുണ്ട്, നേരത്തെ ഉറങ്ങാറുമുണ്ട്, എന്നാൽ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം നൽകിയ മറുപടി, താങ്കളുടെ തെറ്റുകൾ താങ്കളെ തടവിലാക്കിയിരിക്കുന്നു. താങ്കൾ പകലിനെ നന്നാക്കുക, എങ്കിൽ ഈ രാത്രിയിൽ നന്നാകും. നിങ്ങൾക്ക് കൃത്യമായി എഴുന്നേറ്റ് സുബ്ഹി നമസ്കരിക്കാൻ സാധിക്കുമെന്ന് ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റ ഹദീസും കൂടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ രാത്രി ഉറങ്ങുമ്പോൾ അവന്റെ തലയുടെ മൂർധാവിൽ പിശാച് 3 കെട്ടിടും. ഓരോ കെട്ടിടുമ്പോഴും അവൻ പറയും, സമയമുണ്ടല്ലോ, ഉറങ്ങിക്കോ. എന്നാൽ അവൻ ഉണരുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ, അഥവാ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ വഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന ചൊല്ലി അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ആ പിശാച് കെട്ടിയിട്ട 1ാമത്തെ കെട്ട് അഴിയും.
രണ്ടാമത് വുളു എടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ടും അഴിയും. അതിനുശേഷം അവൻ നമസ്കാരത്തിലേക്ക് തിരിയുമ്പോ അവന്റെ മൂന്നാമത്തെ കെട്ടും അഴിയും. അങ്ങനെ ശുദ്ധ പ്രകൃതനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അവന് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തണുപ്പ് നേരത്തുള്ള 2 നിസ്കാരം, ആ 2 നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗാവകാശിയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ. തണുപ്പ് നേരത്തുള്ള 2 നിസ്കാരം നിർവഹിക്കുന്നവൻ അവൻ സ്വർഗ്ഗാവകാശിയാണ്. മറ്റൊരു ഹദീസിൽ അവനെ നരകം സ്പർശിക്കുകയില്ല. തണുപ്പ് നേരത്തുള്ള നിസ്കാരങ്ങൾ, 1 സുബ്ഹി 1 അസർ, ആരെങ്കിലും കൃത്യമായി ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. മാത്രവുമല്ല ലയ്യൽ ജന്നാർ, നരകം അവനെ തൊടുകയില്ല, സ്പർശിക്കുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി ഇന്നു മുതൽ എല്ലാ 5 വഖത്ത് നിസ്കാരം, പ്രത്യേകിച്ച് അസറും അതുപോലെ സുബ്ഹിയും ഇശായൊക്കെ തന്നെ ജമാഅത്തായി കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അവസാന സമയത്തും അതേ മരണത്തോട് മല്ലിടുന്ന, ആ മരണാസന്നനായി കിടക്കുന്ന ആ രോഗത്തിന്റെ സമയത്തും അള്ളാഹുവിന്റെ റസൂലിന് ബോധം തെളിയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് പോകാനാണ് തയ്യാറെടുക്കുന്നത്. പ്രവാചകൻ ബോധം വരുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ച ചോദ്യം എന്താ? അസ്സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നായിരുന്നു. അതെ, സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലേ, ഇല്ല. ആയിഷ റളിയല്ലാഹു പറയുക, നബിയെ, അവർ അങ്ങയെ കാത്തിരിക്കുകയാണ് ജമാഅത്തായി നമസ്കരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആ നമസ്കാരത്തിന് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ വീണ്ടും തയ്യാറെടുക്കുമ്പോ വീണ്ടും പ്രവാചകനത് ആ ബോധം കെട്ടു വീഴുന്നു. വീണ്ടും ആ ബോധം തെളിയുന്ന സന്ദർഭത്തില് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താ? അസ്സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നാണ്. അതേ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയെ, അവർ അങ്ങയെ കാത്തുകൊണ്ടിരിക്കുകയാണ്, അവർ നമസ്കരിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതേ, അവസാന സമയത്തും പ്രവാചകന്റെ അവസാനത്തെ വസിയത്തുകളിൽ അവസാനമായി പ്രവാചകന്റെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകളിൽ ഒന്ന് അസ്സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ. നിസ്കാരം എന്ന വാക്കായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരികയാ. നമുക്കറിയാം, ആ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി ഇന്നത്തതുപോലെ ലൈറ്റും വെളിച്ചവും ഇല്ല. അന്ന് കൂരിരുട്ടാണ്. ആ ഇരുട്ടിലതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തില് ഉമർ റളിയല്ലാഹുവിനെ കൊല്ലുവാൻ വേണ്ടി അതാ ശത്രു ഒളിച്ചിരിക്കുന്നു. ഇരുതല മൂർച്ചയുള്ള വാളുമായി ഉമർ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി പതിയിരിക്കുന്ന ആ ശത്രുവിനെ കാണാൻ ഉമർ റളിയല്ലാഹുവിന് സാധിച്ചില്ല. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോ അബൂലുലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആ മനുഷ്യനതാ ആ കടാര കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കുത്തി വീഴ്ത്തി. ആ ശത്രുവിനെ പിടിക്കുന്നതിനിടയിൽ 6ഓളം സഹാബത്തിന് 6ഓളം ബദരീങ്ങൾക്ക് അവിടെ കുത്തേറ്റ് അവരും വീണു. അങ്ങനെ തന്റെ വയറ്റിലുള്ള കുടൽമാലകൾ പുറത്തേക്ക് ചാടി, രക്തം ഇങ്ങനെ ചീറ്റുന്നുണ്ട്. അങ്ങനെ ബോധം കെട്ട് വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം തെളിഞ്ഞപ്പോ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അസ്സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ, ജമാഅത്ത് കഴിഞ്ഞോ എന്ന. ജമാഅത്ത് കഴിഞ്ഞോ? ഇന്ന് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ ഒരു വഖത്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെട്ടില്ല. തന്റെ അപകടം കൊണ്ട് ഒരു ജമാഅത്തും ഇനി നഷ്ടപ്പെടാനും പാടില്ല.
എന്ന് മനസ്സിലാക്കിയ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുന്നു, ജമാഅത്ത് കഴിഞ്ഞോ? അവർ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ ജമാഅത്ത് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറയുന്നു, ജനങ്ങൾക്ക് ജമാഅത്തായി കൊണ്ട് നിസ്കരിക്ക്. എന്നിട്ടോ പുറത്തേക്ക് ചാടിയ ആ കുടൽമാല ഒരു കൈ കൊണ്ട് അകത്തേക്ക് വയറ്റിലേക്ക് അമർത്തിപ്പിടിച്ച് മഹാനായ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ അന്ത്യസമയത്തും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്നുകൊണ്ട് ആ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അപ്പോ അള്ളാഹു ഇത്ര വലിയ അനുഗ്രഹവും ആരോഗ്യവും ആഫിയത്തും നമുക്ക് നൽകിയിട്ടും നമ്മൾ സുബഹി നമസ്കാരം, സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നമ്മൾ എത്ര വലിയ അക്രമകാരികളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ സമയത്തും ജമാഅത്തായിക്കൊണ്ട് ഉമർ സുബഹി നിസ്കരിച്ചു. എന്നിട്ട് മറ്റുള്ള ആളുകൾ താങ്ങിക്കെടുത്തു. ആ താങ്ങിക്കെടുക്കുന്ന കൂട്ടത്തിൽ ഉമർ ഖാന്റെ ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി മനസ്സിലായല്ലോ, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ 5 നേരവും സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു. 5 നേരവും സത്യവിശ്വാസിനികളായ സ്ത്രീകൾ സുബഹിക്കടക്കം അവിടെ ജമാഅത്തിന് വന്നിരുന്നു. അവർക്ക് നിർബന്ധമില്ല, വന്നാൽ നമുക്ക് ലഭിക്കുന്നത് പോലുള്ള കൂലി അവർക്ക് ലഭിക്കും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു താങ്ങിയെടുക്കുമ്പോ ഒരു ഭാഗത്താരുണ്ട്, ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ. അങ്ങനെ അതാ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉമർ റളിയല്ലാഹു തആല അൻഹു അതാ മരണപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വാക്കുകളിൽ ഒന്ന് അസ്സലാ അസ്സലാ എന്നതായിരുന്നു. മഹാനായ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനമായി നിസ്കരിച്ച ആ നമസ്കാരം, താൻ നേതൃത്വം കൊടുത്ത ഇമാമായി നിൽക്കേണ്ട ആ സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് തന്നെ നിർവഹിച്ചുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വഖത്തും കൃത്യമായി ജമാഅത്തായി കൊണ്ട് തന്നെ നിർവഹിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒറ്റ കാര്യം കൂടി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച നമുക്കിവിടെ ഖുർആൻ പഠന സംവിധാനം ഉണ്ടാകണം. ഖുർആൻ അർത്ഥസഹിതം നമുക്ക് ഫാത്തിഹ മുതൽ പഠിക്കണം. അതിനുള്ള സംവിധാനം ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ ഈ മസ്ജിദിൽ ഏർപ്പെടുത്തുകയാണ്. അപ്പോ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ ഈ ഖുർആൻ പഠന സംരംഭം, ഖുർആൻ പഠന വേദി ഫാത്തിഹ നമ്മൾ അർത്ഥസഹിതം നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം. അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച മുതൽ നമുക്കത് ആരംഭിക്കണം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും എന്ത് ചെയ്യണം, ഈ ഒരു ഖുർആൻ പഠന ക്ലാസ്സിലും കൂടി പങ്കാളികളാവണം കൂടി പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിന്റെ വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ ദുആ കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. ആശുപത്രികളിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ ആദർശ സുഹൃത്തുക്കൾ, പ്രത്യേകം വിളിച്ചു പറഞ്ഞ ആളുകൾ, അവരുടെയൊക്കെ രോഗങ്ങള് ഷാഫിയായ റബ്ബ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളുടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധമായ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أحينا كتابي والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
വലാ തജൽ ഫീ ഖുലൂബിനാ ഇല്ല ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.